ട്രംപ് രണ്ടാം വട്ടം അധികാരത്തിൽ വന്നപ്പോൾ പുതിയ നയവും തീരുവയും കൊണ്ടുവന്നപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷമാണ് അതിലേറെ കൊട്ടിഘോഷിച്ചത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി. മറ്റൊന്നും കൊണ്ടുമല്ല, ഇന്ത്യ തകർച്ചയിലേക്ക് കൂപ്പുകുത്തുന്നത് കാണാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിച്ചു. ഈ ഇന്ത്യ മുന്നണി ആഗ്രഹിച്ചു. അതോടുകൂടി BJP തകരും, മോദി ഇറങ്ങും, തനിക്ക് പ്രധാനമന്ത്രി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലൊക്കെയാണ് രാഹുൽ ഗാന്ധി നിന്നത്. വളരെ ദീർഘവീക്ഷണമുള്ള നരേന്ദ്രമോദി ട്രംപിന്റെ രണ്ടാം വരവിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം അതിനും എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് സ്വദേശി ഉൽപ്പന്നങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, വിറ്റഴിക്കുക. അത് നമ്മളെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുപോകും എന്ന്. അതിപ്പോൾ യാഥാർത്ഥ്യമായി തീർന്നിരിക്കുകയാണ്. നരേന്ദ്രമോദി അത് ഇന്നലെയോ കഴിഞ്ഞ ആഴ്ചയോ പറഞ്ഞ കാര്യമല്ല, മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പല കാര്യങ്ങളും ഇത്തരത്തിലുള്ളത് പറയാറുണ്ട്. അപൂർവമായിട്ടുള്ള ചില ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ചിലരെയൊക്കെ മൻ കി ബാത്തിലൂടെ അദ്ദേഹം പരിചയപ്പെടുത്താറുണ്ട്. ഒരു രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത നേടാൻ കഴിയുന്നത് അവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിറ്റഴിഞ്ഞ് ഇവിടുത്തെ മാർക്കറ്റ് ഉണർത്തുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ പ്രാദേശികമായ ഉൽപ്പന്നങ്ങളും കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യും. ഓരോരുത്തരുടെ കഴിവും അവരുടെ ബുദ്ധിപരമായ കഴിവും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവും അക്കാര്യത്തിലൂടെ ഉണ്ടാകും എന്നാണ് നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ പറഞ്ഞതും അതിലൂടെ പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ തന്നെ. അങ്ങനെ ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്, സ്വദേശി മേള തന്നെ സംഘടിപ്പിക്കാൻ NDA MP-മാരോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് മറ്റുള്ള MP-മാർ അവരോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു ചോദ്യം വരാം. കാരണം അവര് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. ട്രംപിന്റെ ഈ വികലമായ നയവും തീരുവയിലൂടെയും ഏറെ ആഹ്ലാദിക്കുന്നവരാണ് പ്രതിപക്ഷ MP-മാരും പ്രതിപക്ഷ നേതാവും. അതുകൊണ്ടാണ് NDA MP-മാരോട് എടുത്തു പറഞ്ഞിരിക്കുന്നത്. NDA MP-മാരത് ചെയ്യുമ്പോൾ അവർക്ക് നേരിൽ മനസ്സിലാക്കാൻ കഴിയും ഈ മേള കൊണ്ടും ഈ ഉൽപ്പന്നം കൊണ്ടും രാജ്യം എത്രത്തോളം അഭിവൃദ്ധിയിലേക്ക് പോകും എന്നുള്ളത്. സ്വദേശി ഊന്നൽ നൽകുന്നതായ അതിനെക്കുറിച്ചുള്ള പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയത്. രാജ്യത്ത് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകുക, അവയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. കൂടാതെ GST നിരക്കുകളിൽ വരുത്തിയ കുറവിന്റെ നേട്ടങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണം. GST കുറവ് വരുത്തി അതിലെ പല നേട്ടങ്ങളും സാധാരണക്കാരിലേക്ക് എത്തുന്നുണ്ട്. അതവരെ ബോധവൽക്കരിക്കണം. കാരണം GSTയെ കുറിച്ചൊക്കെ തന്നെ തെറ്റായ നയങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷം. ഇത് മാറ്റിയെടുക്കണം. അതുകൊണ്ട് ഇതിനായിട്ട് നവരാത്രി കാലം മുതൽ ദീപാവലി വരെയുള്ള ആഘോഷ സമയത്ത് യോഗങ്ങൾ വിളിച്ചു ചേർക്കണം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ ഉയർച്ചയ്ക്കുള്ള മാർഗം സ്വയം പര്യാപ്തതയാണ്. ആ സ്വയം പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ മുന്നോട്ടുള്ള കുതിപ്പിന് ഊർജം പകരുന്നത് ഇത്തരത്തിലുള്ള സ്വദേശി മേളകളാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ഓരോ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ട്. കേരളത്തിൽ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളായിരിക്കത്തില്ല ഒരുപക്ഷെ ബംഗാളിലോ ബീഹാറിലോ തമിഴ്നാട്ടിലോ ഉള്ളത്. ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. ഇതെല്ലാം കൂടി
മറ്റു പല സംസ്ഥാനങ്ങളിലേക്ക് വരികയും ഇവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുകയും ചെയ്യുമ്പോൾ ആ ഉൽപ്പന്നങ്ങളുടെ നിലവാരവും അതിൻ്റെ മേന്മയും മനസ്സിലാക്കാനായിട്ട് ജനങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ മാർക്കറ്റിനെ ഉണർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. സ്വദേശി ഉൽപ്പന്നങ്ങളിലൂടെ നമ്മൾക്ക് വലിയ സാമ്പത്തിക നേട്ടം കൈവരിക്കാനും സാധിക്കും. ഇത് സാമ്പത്തിക വിദഗ്ധന്മാരുടെ തന്നെ അഭിപ്രായം കൂടിയാണ്. അവരും ഇതിനകത്ത് കാണുന്നുണ്ട് സ്വദേശി ഉൽപ്പന്നങ്ങളിലൂടെ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് കോടിക്കണക്കിന് രൂപയാണ്. നമ്മൾ പിന്നെന്തിന് ട്രംപിന്റെ ഈ ഇത്തരത്തിലുള്ള ദുശാഠ്യം പിടിച്ചിട്ടുള്ള ഈ വികലമായ നയത്തിന് നമ്മൾ എന്തിന് കീഴ്പ്പെടുന്നത്? നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയും, നമുക്ക് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഇന്ത്യ ഒരു ലോക വിപണിയുടെ ഇടമായി തീരണം. ആ വിപണി ആയി തീരുമ്പോൾ അത് ഇതൊക്കെ ട്രംപിന് വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ള കാര്യമാണ്. കാരണം ഇന്ത്യ ഇത്തരത്തിലുള്ളൊരു നയം കൈക്കൊള്ളുമെന്നും ഇന്ത്യ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് കടക്കുമെന്നും ട്രംപ് കരുതിയില്ല. ലോക സമ്പദ് വ്യവസ്ഥയില് 3-ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. ഈ 3-ാം സ്ഥാനത്തേക്ക് കുതിക്കുന്നതൊക്കെ തന്നെ ചിലരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രംപിനെ പോലുള്ള ഒരാൾക്ക് കച്ചവടവും കച്ചവട തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ട്രംപിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പോക്കാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ നേടിയിട്ടുള്ളത്. അപ്പൊ സ്വയം പര്യാപ്തതയെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം ഏതെങ്കിലും രാജ്യവുമായി ബന്ധപ്പെട്ടല്ലെന്ന് പാർലമെന്റില് പറയുന്നുണ്ട്. അതായത് സ്വയം പര്യാപ്തത നേടുക എന്നുള്ളത് നമ്മൾ വേറെ ആരെയും തകർക്കാനൊന്നുമല്ല, അത് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ്. അത് ഏത് രാജ്യമായാലും സ്വയം പര്യാപ്തതയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അവരുടെ അഭിവൃദ്ധി, അവരുടെ സാമ്പത്തിക അഭിവൃദ്ധി, അവരുടെ കാർഷിക അഭിവൃദ്ധി, അവരുടെ ജീവിത നിലവാരത്തിന്റെ അഭിവൃദ്ധി, ഇതൊക്കെയാണ് ഉണ്ടാകുന്നത്. കാരണം ഒരു ജീവിത നിലവാരം ആകെ മാറുകയായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. പ്രാദേശികമായ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ സ്വയം സംരംഭകര് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ സ്വയം സംരംഭകർക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി തന്നെ നിരവധി വായ്പാ സൗകര്യങ്ങളും പലിശ കുറഞ്ഞ തരത്തിലുള്ള വായ്പാ സംവിധാനങ്ങളും ഒക്കെ നിലവിൽ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് വേണ്ട തരത്തിൽ ഉപയോഗിക്കണം. അതിനായിരിക്കണം ഇത്തരത്തിലുള്ള സ്വദേശി മേളയുടെ പ്രാധാന്യം ഇതിനാണ്. ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കണം. ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളുണ്ട്. അപ്പോൾ സംരംഭകരാകാനായിട്ട് തയ്യാറെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ സാമ്പത്തിക നില, നിങ്ങളുടെ ജീവിത നിലവാരം ഇവയൊക്കെ അഭിവൃദ്ധിപ്പെടുത്താൻ രാജ്യത്ത് ഒരു നായകൻ ഉണ്ട് എന്ന് കാണിച്ചു തരികയാണ് പ്രധാനമന്ത്രിയുടെ ഈ സ്വദേശി മേളയിലൂടെ നേടാൻ പോകുന്ന കാര്യം.